ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളൊരു ടെൻറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നൈറ്റ് കാറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 1% അൾട്രാലൈറ്റ് ടെൻറ്റാണ് ഈ കാണുന്നത്. എനിക്ക് ഈ ടെൻറ്റ് നൈറ്റ് കാറ്റ് എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിരിക്കുക. ഇന്നാണ് ആദ്യമായിട്ട് ഞാനിത് അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുന്നത്. സോഫാർ കണ്ടിട്ട് ഇത് നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു ടെൻറ്റായിട്ടാണ് തോന്നുന്നത്. ഇത് 1% ടെൻറ്റാണ്. അപ്പോൾ ഇതിന് ഈ സൈഡിനകത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിനകത്ത്. ഒരു 3 പോൾ സിസ്റ്റത്തിനകത്താണ് ഇത് വരുന്നത്. അലൂമിനിയം പോൾസാണ് ഈ ടെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചെറിയ പോളും വരുന്നുണ്ട്, 2 വലിയ പോളും വരുന്നുണ്ട്. വലിയ പോൾസ് റെഡ് കളറും ബ്ലാക്ക് കളറിനകത്തും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോൾസ് ഇൻസേർട്ട് ആവുന്നത് ഇതുപോലെ ഇൻഡിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. ഇതേപോലത്തെ ഹോളിൻ്റെ ഉള്ളിലോട്ടാണ് ഇത് ടക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് പോൾ കയറാനായിട്ട് ബ്ലാക്ക് ഈ മെറ്റൽ പീസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് പോൾ കയറ്റാനായിട്ട് റെഡ് ഇൻഡിക്കേറ്ററും ഉണ്ട് ഇവിടെ. ഇതൊരു 3 പീസ് ലെയറിംഗ് ആയിട്ടാണ് വരുന്നത്. ഇത് ഔട്ടർ ഫ്ലൈ, ഇത് ടെൻറ്റിൻ്റെ ഇന്നർ, പിന്നെ ഇതൊരു ഗ്രൗണ്ട് ഷീറ്റ്. ഇത് മൂന്നും കംപ്ലീറ്റ്ലി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ബാഗിനകത്ത് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സെറ്റപ്പ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് പെഗ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഈ കാണുന്നത് പോലെ നമ്മൾ പോൾസായിട്ട് കണക്ട് ചെയ്തിട്ട് നേരെ ലിഫ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല കാറ്റുള്ള സമയത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4 കോർണറിനകത്തായിട്ട് നമുക്ക് 4 ഗൈഡ്ലൈൻസ് ഇന്ന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ ടെൻറ്റിൻ്റെ 2 സൈഡിനകത്തായിട്ടും ഇതുപോലത്തെ എയർ വെൻസ് വരുന്നുണ്ട്. നമുക്കിതുപോലെ ഈ എയർ വെൻറ്റ് ഓപ്പൺ ആക്കി വെക്കാവുന്നതാണ്. സോ ടെൻറ്റിൻ്റെ ഉള്ളിനകത്ത് നമുക്ക് കണ്ടൻസേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമുക്ക് ടെൻറ്റിൻ്റെ 2 സൈഡിനകത്തുമായിട്ട് 2 വെസ്റ്റിബിൾസ് വരുന്നുണ്ട്. വെസ്റ്റിബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ബാഗോ ഷൂസോ വെക്കാനായിട്ടുള്ള സ്പേസ് ആണ്. നമുക്ക് എയ്തർ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി വെക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതുപോലെ ഹാഫായിട്ട് ഓപ്പൺ ആക്കി വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിനകത്തിരിക്കുമ്പോൾ നമ്മുടെ ബാഗ് ഷൂസ് കാര്യങ്ങളെല്ലാം സേഫായിട്ട് നമുക്ക് ഒരു സൈഡിനകത്ത് വെക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ ആയിരിക്കും. ഈ ടെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നൈലോൺ ആൻഡ് പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് റിപ്പ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെറിയ മുള്ളോ കാര്യങ്ങളൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കീറൂല. ഈ ടെൻറ്റിൻ്റെ സെറ്റപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു 3 പോൾ സിസ്റ്റമാണ്. ഇതിൻ്റെ ഈ ഷേപ്പ് തന്നെ കംപ്ലീറ്റ്ലി നല്ല കാറ്റുകൾ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചറാണ്. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം ഫുൾ സ്റ്റഡിയാണ് ഈ ടെൻറ്റ്. അങ്ങനെ നല്ല കാറ്റടിച്ചാലോ ഒന്നും ഇതിനൊന്നും പറ്റില്ല. മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി അലൂമിനിയം പോൾസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പെഗ്സ് വരുന്നതും നല്ല ഹൈ ക്വാളിറ്റി അലൂമിനിയം പോൾസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് 1% ടെൻ്റ് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിനകത്ത് അത്യാവശ്യം ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിക്കുള്ള സ്പേസ് ഉണ്ട്. മാത്രമല്ല നമുക്കിതിൻ്റെ ഉള്ളിനകത്ത് 2 പോക്കറ്റ്സ് വരുന്നുണ്ട് 2 അറ്റത്തായിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫോണോ പേഴ്സോ അല്ലെങ്കിൽ ക്യാമ്പിംഗ് ലൈറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പോസിബിളാണ്. ഇതിൻ്റെ ഇന്നറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ് മെഷ് പോലത്തെ മെറ്റീരിയലാണ്. സോ ഇപ്പോൾ പുറത്ത് ഫ്ലൈസോ ബഗ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ കയറില്ല. നമുക്കിപ്പോൾ ഇന്നർ മാത്രം ക്ലോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഫ്ലൈ ഓപ്പൺ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെൻറ്റിലേഷനും ഉണ്ടാവും. പിന്നെ ഫ്ലൈ മാറ്റിയിട്ട് നമുക്ക് ഈ ഇന്നർ മാത്രമായിട്ട് കിടക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന പോലത്തെ 12 പെക്സാണ് ഈ ടെൻറ്റിൻ്റെ കൂട്ടത്തിനകത്ത് നമുക്ക് അവർ തരുന്നത്. നല്ല സ്ട്രോങ് അലൂമിനിയം മെറ്റീരിയലാണ്. ഇതങ്ങനെ പെട്ടെന്ന് ബെൻഡ് ആവുകയോ ഷേക്ക് ആവുകയോ ഒന്നും ചെയ്യില്ല.
സോ ഇതാണ് ടെൻറ്റിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ് വരുന്നത്. എൻ്റെ അടുത്ത യാത്രകളിനകത്ത് ഈ ടെൻറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും, കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നല്ല കാറ്റുള്ള സമയത്തും മഴയുള്ള സമയത്തും മൗണ്ടൻസിൻ്റെ മുകളിനകത്ത് ഇതെങ്ങനെ ഹോൾഡ് ചെയ്യുമെന്ന് എനിക്ക് ഒന്ന് നോക്കണം. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിവ്യൂസ് ഞാൻ വരും ദിവസങ്ങളിനകത്ത് ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ടെൻറ്റ് ഇഷ്ടപ്പെട്ടാൽ കമൻസിനകത്ത് മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.